വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ 1 കിലോ ചെമ്മീൻ നന്നായിട്ട് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല മസാലയൊക്കെ ചെമ്മീനിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നന്നായിട്ട് ഒരേപോലെ കുഴച്ചെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് സ്വല്പം ഓയിലും ഗീയും കൂടെ ചേർത്ത് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ മാരിനേറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ വഴറ്റി വെച്ച മസാല ഇതുപോലെ നന്നായിട്ട് വഴന്ന് കളർ മാറിയതിന് ശേഷം അതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമുക്ക് വേണമെങ്കിൽ ആദ്യം ചേർക്കാം, ഞാനിപ്പോഴാണ് ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് സ്ലൈസാക്കി വെച്ചിട്ടുള്ള തക്കാളി, അത് 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നെയ്യും എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരണം, അതാണ് മസാലേൻ്റെ പാകം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സ്വല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുകളിലിടാനുള്ള സവാള ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് അരി കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഊറ്റിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെമ്മീനെ നമ്മളിവിടെ ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു വശമായതിനു ശേഷം മറിച്ചിട്ട് ഒത്തിരി മൂത്ത് പോകണ്ട. അപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്ത് ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയിലേക്ക് ഇതുപോലെ സെമിയായിട്ട് ഫ്രൈ ചെയ്ത് ചെമ്മീനെ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്മീൻ മസാല. ഇത് നന്നായിട്ട് ഒന്നുകൂടെ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിക്കാം. ഇവിടെ ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം ഇട്ട് റെഡി ആയിട്ടുള്ള വെള്ളം തിളച്ചതിന് ശേഷം മാത്രം അരി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മസാല ഒരു ഭാഗത്ത് ഒരു സ്റ്റവിൽ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഗരം മസാലയും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 വേവാകുമ്പം നമുക്ക് ഈ ചോറ് ഊറ്റിയെടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ അരിയുടെ ഒരു പൊട്ടുന്നൊരു പരിവെന്ന് പറയും. അതായത് ഒരു പച്ച അരി കടിക്കാത്തൊരു ടൈമിൽ നമുക്കത് വാർത്തെടുക്കാം. ഇനിയാണ് ഈ മസാലയ്ക്ക് കുറച്ചും കൂടെ മല്ലിയിലും പുതിനയിലും കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും ലാസ്റ്റിൽ ഒന്നും കൂടെ ചേർത്താൽ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ വാർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ദം ചെയ്യുന്ന പാത്രത്തിലേക്ക് ആദ്യം ഞാൻ കുറച്ച് റൈസാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം കേട്ടോ. ചിലർ മസാലയാണ് ചേർത്ത് കൊടുക്കുക, ഞാൻ റൈസാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പോർഷൻ മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിൽ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒണിയൻ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നല്ല ഗോൾഡൻ കളറായിട്ട് വറുത്ത് കോരിയ ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ മസാല ഒരുപോലെ എല്ലായിടത്തും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ചെമ്മീൻ ബിരിയാണി. മറ്റ് ബിരിയാണിയേക്കാളും എളുപ്പം വേവും. ചെമ്മീനൊന്നും ഒത്തിരി വേവില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാവും. ഇനി ഒരു ലെയർ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ലെയർ റൈസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ അതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിന് മുകളിൽ വീണ്ടും ചെമ്മീൻ മസാല ചേർത്ത് കൊടുക്കാം. അതെന്തിനാണ് ഇങ്ങനെ നമ്മൾ 2 ലെയർ ആക്കുന്നതെന്ന് വെച്ചാൽ ഇത് എല്ലായിടത്തും ഒരേപോലെ ഫ്ലേവർ ഉണ്ടാവും. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വിളമ്പേണ്ട കാര്യമില്ല, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വിളമ്പി എടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അറിയാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ചെമ്മീൻ ബിരിയാണി. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ മീൻ, കല്ലുമക്കായ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ മുകളിലുള്ള റൈസും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഏറ്റവും ടോപ്പിൽ നമ്മൾ ഈ വറുത്ത് വെച്ച ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. വറുത്ത് വെച്ച ഉള്ളിക്കൊക്കെ പിന്നെ പക്ഷേ ചെറിയ കുട്ടികൾ ചിലർക്കൊന്നും അത് മുകളിൽ ഇങ്ങനെ കാണുമ്പോൾ വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷെ എന്നാലും ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു ഐറ്റമാണ്. ഈ മുകളിൽ ഇതാ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലും പുതിനയിലും ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. ഒരു ചെറിയ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. കാരണം ഇതിലൊത്തിരി മറ്റുള്ള ബിരിയാണീനെ പോലെ ഒത്തിരി ഗ്രേവിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമ്മൾ സ്റ്റൗവിൽ വെച്ച് അത് പിന്നെ സ്റ്റീം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ബിരിയാണി, നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അറിയാത്ത ഫ്രണ്ട്സിനൊക്കെ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്തവർ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറയട്ടോ. അപ്പം ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആകെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റൈസിൻ്റെ ഒരു വേവാണ്. അതൊത്തിരി വെന്ത് കുഴഞ്ഞു പോകരുത്. ഒന്നിലിങ്ങനെ തൊടാത്ത രീതിയിൽ ഉണ്ടാവണം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നല്ല ബിരിയാണിയാണ് കേട്ടോ. നല്ല സോഫ്റ്റായി നല്ല ടേസ്റ്റിലുള്ള ഒരു അടിപൊളി ബിരിയാണി തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ചെമ്മീൻ ബിരിയാണി. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിന് ഗസ്റ്റൊക്കെ വരുന്ന നേരത്തെ അറിയാത്തവർ ഒരു 1/2 കിലോ ചെമ്മീനൊക്കെ എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രണ്ട്സിന് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ താങ്ക് യു.